നമ്മൾ ഇൻഷുർ ചെയ്യുക, ഇൻഷുർ ചെയ്ത് ആ ഇൻഷുർ ഉള്ള പ്രതീക്ഷയിൽ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷയിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നിങ്ങൾ കസ്റ്റമർ കോടതിയായിട്ട് ബന്ധപ്പെടാൻ കൺസ്യൂമർ കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് വർഷങ്ങളെടുക്കും ഇതിനൊരു ഒത്തീർപ്പാവാൻ, കോടതി വിളിച്ചതിന് ശേഷമേ ഒത്തീർപ്പാവത്തോളെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യത്തിലല്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണം എങ്കിലേ ഞങ്ങൾ അമ്മയെ അവിടുന്ന് അഡ്മിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനാൽ ഞങ്ങൾക്കൊരു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്നാണ് പറഞ്ഞാണ് ഞാൻ ഈ ചാനലിന് മുന്നിൽ വരുന്നത്. അമ്മയ്ക്ക് ഇപ്പൊ 2 മാസം കൊണ്ട് നേരത്തെ ഉള്ള ഇടയ്ക്ക് നമ്മൾ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതലുള്ള ഇൻഷുർ ഈ രോഗ ചികിത്സയ്ക്ക് നമുക്ക് ഇൻഷുർ ലഭ്യമാവണം, കിട്ടേണ്ടതാണ്. നിലവിലുള്ള അസുഖത്തിനാണ് 2 റിന്യൂവ് കഴിഞ്ഞ് ചികിത്സ ലഭിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അമ്മയ്ക്ക് 2 മാസമായതേ ഉള്ളൂ പെയിൻ വന്നിട്ട്. ഇവരിപ്പോൾ ഇൻഷുറൻസ് തരാതിരിക്കാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ 24 മാസം മുന്നേ ഉള്ള അസുഖമാണെന്ന് പറയുന്നത്. അമ്മ ഏത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്? അമ്മ അസിസിയ മെഡിക്കൽ കോളേജ്. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ഗിരിജ. നമ്മളെ പേര് സുനിമോൾ. സുനിമോൾ ഒരു കാര്യം ചെയ്യണം. സുനിമോൾ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എന്തായി? സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ BM-നെ വിളിപ്പിച്ചു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം, അവർക്ക് ബില്ലടയ്ക്കാനുള്ള നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട്, ഇന്ന് സ്ഥാപനം അവധി ആയതുകൊണ്ട് നാളെ ഇതിനൊരു പരിഹാരം തരാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ ഒരു പരിഹാരം കിട്ടിയാൽ മാത്രമേ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ ഞങ്ങളെ കൊണ്ട്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അവർ പൈസ അടക്കണമെന്ന് SI പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് സുനിമോൾക്ക് വളരെയേറെ നല്ലൊരു വാക്കുകളിലേക്കാണ് പോകുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നല്ലൊരു നീക്കമാണ് നീങ്ങിയിട്ടുള്ള. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ തുടരും. അപ്പോൾ ഇനി വരുന്ന ഏത് ദിവസവും അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അവധിയാണ്. നാളെ തരാമെന്ന് പറയും. അപ്പോൾ നാളത്തെ ദിവസം വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ സുനിമോളുടെ മമ്മിയെ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവർ ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനി, ഇൻഷുർ ചെയ്തിരിക്കുന്ന കമ്പനി തിരികെ കൊണ്ടുവന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവർ നമുക്ക് പറയുന്ന ഇൻഷുർ അവിടെ അടച്ച് മമ്മിയെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും വിഷമകരമായിട്ടുള്ള, വളരെ ദയനീയകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിനിമോൾ. കാരണം സിനിമോൾ എത്ര പേരാണ് നിങ്ങളെ വീട്ടിൽ കുടുംബം? 2 പെൺമക്കൾ. അച്ഛൻ മരണപ്പെട്ടു പോയി. അച്ഛൻ മരണപ്പെട്ടു പോയതിനു ശേഷം പിന്നെ വീട്ടുജോലിക്ക് നിൽക്കുകയാണ്. 1 മാസമായാണ് അമ്മ വീട്ടുജോലിക്ക് നിന്നെടുത്താണ് പെയിനായിട്ട് വന്നത്. വന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നു. പക്ഷേ അത് കിട്ടിയിട്ട് പോലും ടാറ്റയിലെ ഡോക്ടർ പറയുന്നു 24 മാസം പഴക്കമുണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഈ ടാറ്റയുടെ കമ്പനിയുമായിട്ട് ലിങ്ക് ചെയ്ത ഏത് ബാങ്കായിരുന്നു? മുത്തൂറ്റ് ബാങ്കിലെ മാനേജർമാർ, അതിന്റെ ഉത്തരവാദിത്തമുള്ളവരൊക്കെ ഇടപെട്ടിട്ട് അവരോട് പറഞ്ഞപ്പോൾ എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് 24 മാസം മുന്നേ ഉള്ള അസുഖമാണ് ടാറ്റയിലെ ഡോക്ടർ പറയുന്നു എന്നാണ് അവർ പറയുന്നത്. ടാറ്റയിലെ ഡോക്ടർ അമ്മയുടെ ഇതൊന്നും അമ്മയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങളും ഒന്നും ടാറ്റയുടെ ഡോക്ടറുടെ കയ്യിലില്ല. അസിസിയിലെ ഡോക്ടറാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് സഹിതം ഞങ്ങൾ കൊടുത്തു. എന്നിട്ടും ടാറ്റക്കാർ ഇൻഷുറൻസ് തരത്തില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പ്രതീക്ഷയോടെ സിനിമോൾ മുന്നോട്ട് പോകട്ടെ, എന്തായാലും അത് ലഭ്യമാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നും ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.